ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ബീഫ് കറി വെച്ചാലോ? അതിന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കിയാലോ? തക്കാളി, മുളക്, സവാള, കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് സാധനം കൂടി വേണം. അതെല്ലാം നമുക്ക് വഴിയെ നോക്കാം. അടുപ്പത്തേക്ക് കുക്കർ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ വീഴ്ത്തി ഉലുവാപ്പൊടി ചേർക്കുക. ഉലുവയായാലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്നത് സവാളയും ചെറിയ ഉള്ളിയും നല്ലൊരു വാട്ടിയെടുക്കണം. വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് അതും അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് നല്ലോണം ഇളക്കണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഇപ്പം 3 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ മാറ്റി കഴുകി വെച്ചേക്കുന്ന ബീഫും ചേർത്ത് നല്ലോണം ഇളക്കണം. കുക്കറിൽ അടിക്കുന്നതിന് മുമ്പ് അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇടണം. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതും ഇട്ടതിന് ഇളക്കിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഇടണം. സംഭവം ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വിസിലടിപ്പിക്കാൻ വെക്കണം. ബീഫ് കുക്കറിൽ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ചേർത്ത് നല്ലോണം ഇളക്കി ചെറു ചൂടിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ലേ? അപ്പോൾ നമുക്ക് ഓഫാക്കി ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പറയാൻ മറക്കരുത്. കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്.